ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം, എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ഞാനിതാ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഷമാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള ഷമാമ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ഷമാമ്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും പിന്നെ അതുപോലെ തന്നെ ഷുഗറും ബിപിയും നോർമൽ ആകാനും പൊണ്ണത്തടി കുറക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ അത്. അപ്പൊ ഞാൻ എന്താ ഷമാമ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്തായാലും മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇത് 2 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കണ്ടേ. കാഷ്നട്ടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പാകത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ പഞ്ചസാരക്ക് പകരം തേനോ അല്ലെങ്കിൽ ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. നിങ്ങൾ കയ്യിൽ കട്ടിപ്പാലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പം ഇവിടെ സാധാരണ നോർമൽ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, കട്ടിപ്പാലല്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, അതിന്റെ സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ എന്താ അവിടെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് അരിച്ചെടുക്കണമെന്നില്ല കേട്ടോ, അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണ്ടേ. ഇതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കസ്കസിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. അപ്പൊ ഇത് നമ്മളല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ നോമ്പിനും ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ഉള്ള ഒരു ജ്യൂസാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ല റിഫ്രഷിങ് നൽകുന്ന ജ്യൂസാണ് കേട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.